കൊല്ലത്ത് തുടങ്ങി കൊല്ലത്ത് അവസാനിക്കുന്ന ഒരു പാർട്ടിയാണ് RSP എന്ന് പറയുന്നത്. കൊല്ലത്തെ RSP അകത്തെന്ന് പറഞ്ഞാൽ അതൊരു പ്രേമേന്ദ്രൻ വിലാസം പാർട്ടിയായിട്ട് ചുരുങ്ങിയിട്ട് കുറേ നാളായി. സത്യത്തിൽ ഒരു വൻമരത്തിലെ കയറിക്കൂടി ഇത്തിൽക്കണ്ണിയാണ്. AV താമരാക്ഷനെയും TJ ചന്ദ്രചൂഡിനെയും തമ്മിലടുപ്പിച്ചിട്ടാണ് ആദ്യം പ്രേമേന്ദ്രൻ കളി കളിക്കുന്നത്. എല്ലാ കാലത്തും അധികാരത്തിൽ തന്നെ നിന്നിട്ടുള്ള ആളാണ്. അധികാരമില്ലാതെ ഒരു നിമിഷം പോലും പ്രേമേന്ദ്രന് ജീവിക്കേണ്ടി വന്നിട്ടില്ല. NK പ്രേമേന്ദ്രനെ സത്യത്തിൽ പിണറായി വിജയൻ്റെ ദീർഘവീക്ഷണത്തെ നമ്മൾ നമിച്ചു. കാരണം എന്ന് വെച്ചാൽ പരനാറി എന്ന് പിണറായി വിജയൻ വിളിച്ചത് 10-12 വർഷങ്ങൾക്ക് മുമ്പാണ്. പ്രേമേന്ദ്രൻ കേരള രാഷ്ട്രീയത്തിലെ കപട നാണയമാണ്. എന്തായിരുന്നാലും പ്രേമേന്ദ്രൻ്റെ തലയ്ക്ക് RSPയുടെ സംസ്ഥാന കമ്മിറ്റി ഷിബു ബേബി ജോണിൻ്റെയും അസീസിൻ്റെയും നേതൃത്വത്തിൽ അടി കൊടുത്തിരിക്കുകയാണ്. രാജൻ ഭായി നമസ്കാരം. നമസ്കാരം. രാജൻ ഭായി, കൊല്ലത്ത് തുടങ്ങി കൊല്ലത്ത് അവസാനിക്കുന്ന ഒരു പാർട്ടിയാണ് RSP എന്ന് പറയുന്നത്. ഈ RSP വീണ്ടും പിളരാൻ പോകുന്നതായിട്ടുള്ള വാർത്തകളൊക്കെയാണ് എല്ലാ മാധ്യമങ്ങളിലും വന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്ന് NK പ്രേമേന്ദ്രൻ ഡൽഹിക്ക് വണ്ടി പിടിക്കാൻ വേണ്ടിയുള്ള ടിക്കറ്റ് വരെ ബുക്ക് ചെയ്തു. പക്ഷേ കാര്യങ്ങൾ വീണ്ടും മാറി മറിഞ്ഞിരിക്കുകയാണ് കൊല്ലത്തെ RSPയിൽ. എന്താണ് പറയാനുള്ളത്? കൊല്ലത്തെ RSP അകത്തെന്ന് പറഞ്ഞാൽ അതൊരു പ്രേമേന്ദ്രൻ വിലാസം പാർട്ടിയായിട്ട് ചുരുങ്ങിയിട്ട് കുറേ നാളായി. ഷിബു ബേബി ജോണിൻ്റെ പിതാവ് ബേബി ജോണിനെ പോലെയുള്ള അധികായന്മാരെ കേരള രാഷ്ട്രീയത്തിന് സംഭാവന ചെയ്ത ഒരു പ്രസ്ഥാനമാണ്. അത് മാത്രമല്ല TJ ചന്ദ്രചൂഡൻ ഉൾപ്പെടെയുള്ള ഒരുപാട് പേര് RSPയിൽ ഒരുപാട് പ്രഗത്ഭരായ നേതാക്കന്മാരുണ്ടായിട്ടുണ്ട്. പക്ഷേ ഈ നേതാക്കന്മാരെ എല്ലാം ഹൈജാക്ക് ചെയ്തുകൊണ്ട് വളരെ ചെറിയ പ്രായത്തിൽ അവിടെ നാവായിക്കുളം പഞ്ചായത്തിൽ 1987 പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിച്ച് വന്ന ആളാണ് NK പ്രേമേന്ദ്രൻ. NK പ്രേമേന്ദ്രൻ 87 തൊട്ട് 95 വരെ അന്ന് പഞ്ചായത്തിൻ്റെ ഡ്യൂറേഷൻ കൂട്ടിയായിരുന്നു. പിന്നീട് ജനകീയാസൂത്രണം 95 വരുന്ന സമയത്താണ് പിന്നീട് ഇലക്ഷൻ നടക്കുന്നത്. 8 വർഷമായിരുന്നു. 5 വർഷത്തിനുള്ളത് 8 വർഷം കാലാവധി കിട്ടി. 87 തൊട്ട് 95 വരെ ഇരുന്ന് 95 ജില്ലാ പഞ്ചായത്ത് വന്നപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ചു. പിന്നീട് നിയമസഭയിലേക്ക് വരുന്നു. പിന്നെ പാർലമെൻറ്റിലേക്കാണ് പോകുന്നത്. നേരെ അത് കഴിഞ്ഞിട്ട് പാർലമെൻറ്റിലേക്ക് പോകുന്നു. പാർലമെൻറ്റിലേക്ക് പോയി കഴിഞ്ഞിട്ട് അദ്ദേഹം പാർലമെൻറ്റിൽ അന്ന് 98 പാർലമെൻറ്റിലേക്ക് പോകുന്നത്. ഒരു വർഷത്തെ കാലാവധി കഴിയുമ്പോൾ തന്നെ 98 പാർലമെൻറ്റിൽ പോയി കഴിഞ്ഞിട്ട് പിന്നീട് അദ്ദേഹം 98 തൊട്ട് 2014 വരെ നിന്നിട്ടുണ്ട്. അതിനിടയ്ക്ക് അദ്ദേഹം നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. ഇങ്ങനെ നിയമസഭയിലേക്ക് മത്സരിച്ചു. നിയമസഭയിൽ മന്ത്രിയായി. സത്യത്തിൽ ഒരു വൻമരത്തിലെ കയറിക്കൂടി ഇത്തിൽക്കണ്ണിയാണ്. കാരണം വൻമരത്തിൻ്റെ എല്ലാ സത്തയും ഊറ്റിയെടുത്ത് മരം ഉണങ്ങിപ്പോയി, ഇത്തിൽക്കണ്ണി വലുതായി. അതാണ് ഉണ്ടായിപ്പോയത്. അതായത് RSP എന്ന് പറയുന്ന വടവൃക്ഷം അങ്ങ് കരിഞ്ഞുണങ്ങിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രേമേന്ദ്രന് വ്യക്തിപരമായ നേട്ടങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. ലോക്സഭയിലെത്തുന്നു, സംസ്ഥാന മന്ത്രിയാവുന്നു, MLA ആവുന്നു, ഒക്കെ ആവുന്നു. ഷിബു ബേബി ജോണിനെ പോലെ കയ്യിലെ പൈസ മുഴുവൻ ചിലവഴിച്ച് രാഷ്ട്രീയത്തിന് വേണ്ടിയിട്ടാണ് ഷിബു ബേബി ജോൺ. അപ്പൻ്റെ കാലത്ത് അത്യാവശ്യം സമ്പത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. ഷിബു ബേബി ജോൺ ഒരു ഘട്ടത്തിൽ പാപ്പരാവുന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് പലരും പറഞ്ഞെനിക്കറിയാം. ആ സമയത്ത് ഷിബു ബേബി ജോൺ വല്ലാത്ത സങ്കടത്തിലായിരുന്നു. സൗഹൃദങ്ങളിലുള്ളവർ പലരും തന്നെ പ്രമുഖർ, സിനിമാ രംഗത്തൊക്കെയുള്ളവരായിട്ടൊക്കെ പ്രമുഖരുമായിട്ടൊക്കെ ബന്ധമുണ്ടായിരുന്നു. അവർ പോലും ഷിബുവിനെ വിളിക്കാതാവുകയും അങ്ങനെ ഷിബു ഒരു ഏകാന്തത അനുഭവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ അവസ്ഥയിലേക്ക് ഷിബുവിനെ പോലും മാനസികമായിട്ട് എത്തിച്ചത് ഇയാളായിരുന്നു. AV താമരാക്ഷനെയും TJ ചന്ദ്രചൂഡിനെയും തമ്മിലടുപ്പിച്ചിട്ടാണ് ആദ്യം പ്രേമേന്ദ്രൻ കളി കളിക്കുന്നത്. പിന്നെ ഇപ്പം അസീസ്, ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി അസീസ് പച്ചയ്ക്ക് പറഞ്ഞല്ലോ, ഇയാളിപ്പോൾ കാർത്തിക് ചിദംബരത്തെ എരിവുപുരത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി. അത് പൊളിഞ്ഞുപോയി. അവിടെ ഒരു വിഷ്ണു എന്ന് പറഞ്ഞിട്ട് അവരുടെ വിഷ്ണു മോഹൻ എന്ന് പറഞ്ഞിട്ടുള്ള RYFൻ്റെ സംസ്ഥാന നേതാവിനെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതേസമയം കാർത്തിക് പ്രേമേന്ദ്രനെ കൊണ്ടുവരാൻ ശ്രമിച്ചത്. കാർത്തിക് പ്രേമേന്ദ്രൻ എന്ത് രാഷ്ട്രീയ പശ്ചാത്തലമാണുള്ളതെന്നും കൂടി ആലോചിക്കണം. അതായത് ഒരു പോക്കറ്റ് സംഘടനയാക്കി RSP എന്ന് പറയുന്ന റവല്യൂഷണറി സോഷ്യലിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന, റവല്യൂഷൻ ഒന്നും അതിനകത്തില്ല. ഇപ്പം സോഷ്യലിസവും ഇല്ല. ഇപ്പം എല്ലാം P എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ P ഫോർ പ്രേമേന്ദ്രൻ എന്നായിട്ടുണ്ട്. പാർട്ടി എന്ന് പോലുമല്ല, അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനത്തിലേക്ക് അതിനെ എത്തിക്കുകയും മകനെ കൊണ്ടുവരാൻ പ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കളികളും കളിക്കുകയും ചെയ്യാന്ന് പറഞ്ഞാൽ ഇയാൾ എവിടെ എത്തി എന്നുള്ളതാണ്. മാത്രമല്ല ഇയാൾ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെ നിൽക്കുകയാണെന്നുള്ളത് UDFനും അറിയാം. BJPയുടെയും കോൺഗ്രസിൻ്റെ ഇടയ്ക്കുള്ള മതിലിനകത്ത് LDFിലോട്ട് ഇനിയിപ്പോൾ സ്പേസ് കിട്ടത്തില്ല. കാരണം LDFിൻ്റെ കൂടെ നിന്നിട്ട് സോളാർ സമരം നടത്തി അതിൽ പ്രസംഗിച്ച് രാത്രി കടന്നുറങ്ങിയ ആൾ രാവിലെ എഴുന്നേറ്റപ്പോൾ UDFിൻ്റെ ഒപ്പം പോയി. അപ്പോഴാണ് പിണറായി വിജയൻ്റെ വിശ്വവിഖ്യാതമായ പരനാറി പ്രയോഗം ഉണ്ടായത്. അത് ഇച്ചിരി കുറഞ്ഞു പോയി എന്നുള്ള അഭിപ്രായം മാത്രമേ എനിക്കുള്ളൂ. കുറച്ചുകൂടെ ഒന്ന് രൂക്ഷമായിട്ട് പറയായിരുന്നു. മാത്രമല്ല പാർലമെൻറ്റിൽ വെച്ചിട്ട് ഒരു ദിവസം ഉച്ചയ്ക്ക് പ്രധാനമന്ത്രി ഇദ്ദേഹം ഉൾപ്പെടെയുള്ള 6-7 MPമാർക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. പ്രധാനമന്ത്രിക്ക് അങ്ങനെ ഇരുന്നപ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആരെയും കൂട്ടിന് വേണമെന്ന് തോന്നിയിട്ട് പെട്ടെന്ന് കയറി വിളിച്ചതല്ല. അതൊരു പൊളിറ്റിക്കൽ ലഞ്ചാണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും ഈ രാഷ്ട്രീയ ചർച്ചകളൊക്കെ ഏതെങ്കിലുമൊക്കെ വിഷയങ്ങളിലൊക്കെ പരസ്പരമുള്ള മഞ്ഞുരുക്കലിന് വേണ്ടിയിട്ട് ഒരുക്കുന്നത് പലപ്പോഴും ഏതെങ്കിലും നേതാക്കന്മാരുടെ വീട്ടിൽ ഡിന്നർ പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ഒരുമിച്ച് കഴിക്കും. അതിപ്പോൾ UPയുടെ ഒക്കെ വിഷയത്തിലാണെങ്കിലോ അല്ലെങ്കിൽ ND ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെ ചെയ്യാറുണ്ട്. ഒരുമിച്ചൊരു ഡിന്നർ. അതിപ്പോൾ കമ്പനികൾ തമ്മിലുള്ള ചർച്ചകൾക്കകത്തും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ 2 പേര് തമ്മിലുള്ള പ്രശ്നങ്ങൾ സുഹൃത്തുക്കൾ തീർക്കുന്നത് അങ്ങനെയാണ്. ഒരുമിച്ചൊരു ഭക്ഷണം കഴിച്ചിരിക്കുക, കുറച്ചു നേരം വർത്തമാനം പറയുക എന്നുള്ളത് ഈ ഭക്ഷണത്തിനല്ല പ്രാധാന്യം. പക്ഷേ അത് ആ ഒരു സമയം ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ലഞ്ചിന് വിളിച്ചത് അതൊരു പൊളിറ്റിക്കൽ ലഞ്ചാണ്. അതൊരു പൊളിറ്റിക്കൽ മെസ്സേജാണ് കൊടുത്തിട്ടുള്ളത്. കാരണം പ്രേമചന്ദ്രൻ പാർട്ടിയുടെ ഏക MP യാണ്.
കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിയിൽ പെടാത്ത ഒരാളാണ്. എല്ലാ കാലത്തും അധികാരത്തിൽ തന്നെ നിന്നിട്ടുള്ള ആളാണ്. അധികാരമില്ലാതെ ഒരു നിമിഷം പോലും പ്രേമചന്ദ്രന് ജീവിക്കേണ്ടി വന്നിട്ടില്ല. പുതിയ തലമുറയിലെ ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ ഒരു താല്പര്യമില്ല, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. സ്വന്തം മകൻ ചെറുപ്പക്കാരനാണ്, അത് വളർത്തിക്കൊണ്ടുവരുന്നതിൽ താല്പര്യമുണ്ട്. അതിനപ്പുറത്തേക്ക് പുതിയ ചെറുപ്പക്കാരെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ താല്പര്യമില്ല. അസീസൊക്കെ വളരെ കൃത്യമായിട്ടുള്ള നിലപാട് കൊണ്ടിട്ടുണ്ട്. അസീസൊക്കെ നല്ല കറകളഞ്ഞൊരു കോംപ്ലൈൻ്റാണ്. അസീസ് പറഞ്ഞാൽ എനിക്ക് ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞു. എ കെ ശശീന്ദ്രൻ്റെ പ്രായം കുറവാണ് അസീസിന്. എ കെ ശശീന്ദ്രൻ ഇപ്പോഴും മത്സരിക്കണം എന്ന് പറഞ്ഞു നടക്കുക. അതേസമയം അസീസ് പറഞ്ഞത് ഞാൻ മത്സരത്തിനില്ല, പക്ഷേ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഇറക്കി കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് തെറ്റാണ്, അങ്ങനെയൊന്നും കൊണ്ടുവരാൻ സമ്മതിക്കത്തുമില്ല എന്നാണ് പറഞ്ഞത്. RSP ബ്ലഡ് ശരീരത്തിലുണ്ട്. ഷിബു ബേബി ജോണിനും അതുണ്ടാവും. കാരണം എന്താ വെച്ചാൽ പിതാവൊക്കെ നേതൃത്വം കൊടുത്തുണ്ടാക്കിയ ഒരു പാർട്ടി എന്നുള്ള രീതിയിൽ അതിനോട് ഒരു രക്തബന്ധമുണ്ട്. അതിനോട് പ്രേമചന്ദ്രൻ എന്ത് രക്തബന്ധമുള്ളേ? പ്രേമചന്ദ്രൻ വന്നു, പഞ്ചായത്ത് മെമ്പറായി, ജില്ലാ പഞ്ചായത്ത് മെമ്പറായി, MP ആയി, പലതവണ MP ആയി, MLA ആയി. ഇനിയിപ്പോൾ ആകാൻ ബാക്കിയുള്ള ആഗ്രഹം എന്താ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒന്നും ആവാൻ പറ്റത്തില്ലെന്നറിയാം. കേരളത്തിൽ മന്ത്രി ആയതുവാ. പിന്നെ ഇനിയിപ്പോൾ ആകാൻ ബാക്കിയുള്ളത് കേന്ദ്രമന്ത്രിയാകുക എന്നുള്ളതാണ്. കേന്ദ്രമന്ത്രി ആവാൻ കയ്യാലപ്പുറത്തെ തേങ്ങ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇത് ഉരുണ്ടു പോകാതിരിക്കാൻ വേണ്ടി, അപ്പുറത്തോട്ട് ചാടാതിരിക്കാൻ വേണ്ടി ഒരു കൊച്ചു കല്ലെടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് കോൺഗ്രസ്സുകാർ. ആ കല്ല് മറ്റൊരുന്ന് പിടിച്ചിങ്ങോട്ട് വലിച്ചു കഴിഞ്ഞാൽ തേങ്ങ ഇപ്പുറത്തോട്ട് അങ്ങ് ചാടും. കൈ കൊണ്ടെങ്കിലും പിടിച്ച് വലിച്ചാൽ മതി. ഈ തേങ്ങയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ തേങ്ങ വലിയ തേങ്ങയായിട്ടൊന്നുമല്ല, മുഴുത്ത തേങ്ങയായിട്ടൊന്നുമല്ല, തേങ്ങ തേങ്ങ തന്നെയാണ്. പക്ഷേ തേങ്ങയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്കൊരു MP ആയി കേരളത്തിൽ ഒന്നുകൂടെ. പിന്നെ പ്രേമചന്ദ്രൻ ഹൃദയം കൊണ്ട് സംസാരിക്കുന്ന ആളല്ല. ആൾക്കാരെല്ലാം പറയും നല്ല ഒറേറ്ററാണ്, നന്നായി കാര്യങ്ങൾ സംസാരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ട്, അച്ചടി ഭാഷയിലേ സംസാരിക്കുകയുള്ളൂ, നല്ല ചതുരത്തിലാണ് സംസാരിക്കുക. അതായത് മനസ്സിൽ നിന്ന് വരുന്ന വാക്കുകളല്ല, മറിച്ച് ഫാബ്രിക്കേറ്റഡ് ആണ് അദ്ദേഹത്തിൻ്റെ പ്രസൻറ്റേഷൻ മുഴുവൻ. അത് ചാനൽ ചർച്ചകളിലാണെങ്കിലും പാർലമെൻറ്റിലെ പ്രസംഗത്തിലാണെങ്കിലും കട്ടിച്ച് പിടിച്ച് കാണാതെ പഠിച്ച് അങ്ങനെ ഇരുന്ന് പ്രസംഗിക്കുന്ന രീതിയാണ്. അപ്പം കൃത്രിമത്വം അദ്ദേഹത്തിൻ്റെ അടിമുടി റെഡിമെയ്ഡാണ്. ഇതിനകത്ത് വേറൊരു കാര്യം എന്താ പറയുക, അതായത് ഈ കാർത്തിക് പ്രേമചന്ദ്രനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഈ യൂത്ത് കോൺഗ്രസ്സുകാർ രംഗത്ത് വന്നു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ ഒരു കാര്യം ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഘടകകക്ഷിക്ക് അവരുടെ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് കൊടുക്കേണ്ടതുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട്. അത് കൂടാതെ തന്നെ ഈ NK പ്രേമചന്ദ്രനെ കുറിച്ചൊരു കാര്യം പറയാനുണ്ട്. കാരണം സാധാരണ ഒരുപാട് നേതാക്കന്മാരൊക്കെ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്ത് അവിടെ വന്നിരിക്കുന്ന മലയാളികളൊക്കെയാണെങ്കിൽ ആ മലയാളികളൊക്കെ ആയിട്ടൊന്ന് സംസാരിക്കും, അല്ലെങ്കിൽ അവരുടെ അടുത്ത് വന്നിരിക്കും, അതാണ് പതിവ്. പക്ഷെ ഒരിക്കലും ഞാൻ ഈ NK പ്രേമചന്ദ്രനെ മുംബൈ എയർപോർട്ടിൽ വെച്ചിട്ട് കാണാനിടയായി. എന്തൊരു തലക്കനമാണെന്നറിയോ? എത്ര മലയാളികൾ ഇദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് സംസാരിക്കാൻ ചെല്ലുമ്പോഴും ഒരു താല്പര്യവുമില്ലാതെ മാറി ഒരു കോണിലിരിക്കുന്ന ഒരു പ്രേമചന്ദ്രനാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഇത്രയും തലക്കനമുള്ള ഒരു UDF നേതാവിനല്ല, ഒരു സഖാവിനെ പോലും ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. അല്ല, ഇത് സ്വതസിദ്ധമായ ബ്ലഡിലുള്ളൊരു കാര്യമാണെന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം. ഇപ്പോൾ BJPയുടെ MT രമേശ് ട്രെയിനിലൊക്കെ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവരോട് പോലും മിണ്ടത്തില്ല. പുള്ളികളുടെ പുസ്തകത്തിൽ നോക്കിയിരിക്കുന്നു, ഒന്ന് ചുമ്മാ ഒന്ന് വിശേഷം ചോദിച്ചാൽ മതി. എങ്ങനെയുണ്ട്? അത് ചിലരുടെ മാനറിസമാണ്. പക്ഷേ പ്രേമചന്ദ്രൻ്റെ അങ്ങനെയല്ല. പ്രേമചന്ദ്രൻ്റേത് കൃത്യമായി ജാട തന്നെയാണ്. ഞാൻ വലിയൊരു സംഭവം, ഇപ്പോൾ ബാക്കിയുള്ളവരെയൊക്കെ ഒരു പുച്ഛം എന്നുള്ള സംഭവത്തിലാണ്. ഞാൻ മഹാസംഭവമാണ് അപ്പോൾ എന്നിട്ട് മാറിയിരിക്കുന്നു. വ്യത്യസ്തനാവാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ചിലർ അന്തർമുഖത്വത്തിൻ്റെ ഭാഗമായിട്ട് ഇൻട്രോവർട്ടായിട്ടുള്ള ആൾക്കാർ ഈ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് മാറി ഏകാന്തതയുടെ ഒരു തുരുത്തിനെ പ്രണയിക്കുന്ന മാനസികാവസ്ഥയുണ്ടാവും. ആ കൂട്ടത്തിൽ പെട്ട ആളേ അല്ല NK പ്രേമചന്ദ്രൻ. NK പ്രേമചന്ദ്രൻ UDFൻ്റെ പരിപാടിക്ക് കാണുന്ന വേദിയിലെല്ലാം വലിഞ്ഞു കയറി ചെല്ലുന്നവനാണ്. അവിടെ കയറിയിട്ട് സ്റ്റാർ ക്യാമ്പയിനർ ആവാൻ വേണ്ടിയിട്ട് മൈക്ക് കയ്യിലെടുക്കുന്ന ആളാണ്. അപ്പോൾ NK പ്രേമചന്ദ്രൻ അങ്ങനെ ഇൻട്രോവർട്ടല്ല, അങ്ങനെ ഏകാന്തതയെ പ്രണയിക്കുന്ന ആളല്ല, ആൾക്കൂട്ടത്തിൽ അഭിനമിക്കുന്ന ആളാണ്. ആൾക്കൂട്ടത്തിൻ്റെ മുദ്രാവാക്യങ്ങളിലും കയ്യടികളിലും പിന്നെ സന്തോഷം കണ്ടെത്തുന്ന, ആത്മനിർവൃത്തി അണയുന്ന, ഓർഗാസം കണ്ടെത്തുന്ന ഒരാളാണ്. അങ്ങനെ ഒരാൾ കാണിക്കുന്നത് അഭിനയമാണിത്. കാരണം ഞാൻ വലിയൊരാൾ എന്നുള്ള രീതിയിൽ തൽക്കനം. പിന്നെ പുള്ളിക്ക് കൊല്ലം മാത്രം നോക്കിയാൽ മതി. പല കോഴിക്കോട്ടുകാരനോ തിരുവനന്തപുരംകാരനോ ആരെയും മിണ്ടാൻ വരുമ്പോൾ മിണ്ടിയില്ലെങ്കിലും ഒരു ചുക്കുമില്ല. കാരണം ഇയാളെ പാർട്ടി കൊല്ലത്ത് മാത്രമല്ലേ ഉള്ളൂ, കൊല്ലം പാർട്ടിയാണല്ലോ ഇത്. പിന്നെ ഇയാൾക്ക് കൊല്ലം ലോക്സഭ മണ്ഡലം, കൊല്ലത്തെ പാർട്ടിയെ നോക്കണമെന്നില്ല പുള്ളിക്ക് ചവറയിൽ ജയിക്കണമെന്നോ മറ്റിടത്ത് ജയിക്കണമെന്നോ ഒന്നുമില്ല. പുള്ളി ഏത് മണ്ഡലത്തിലാണോ മത്സരിക്കുന്നത്, നിയമസഭയ്ക്കും ലോക്സഭയ്ക്കും, അവിടെ ജയിക്കണം എന്നുള്ളതേ ഉള്ളൂ. പുള്ളി അല്ലാതെ വേറെ ആരും ജയിക്കരുതെന്നും കൂടി ആഗ്രഹം ഉള്ളിലുണ്ട് തീർച്ചയായിട്ടും സ്വന്തം പാർട്ടിയിലെ. അതുകൊണ്ട് തന്നെയുള്ള ഈ ചവറയിൽ സ്ഥിരമായിട്ട് ഷിബു ബേബി ജോൺ തോറ്റു പോകുന്നത്. അതെ, ഞാൻ പറയുന്നത് പുള്ളി മാത്രമേ ജയിക്കാവൂ. നിയമസഭയിലാണെങ്കിലും ലോക്സഭയിലാണെങ്കിലും പാർട്ടിയുടെ ഏക MLA ഞാനായിരിക്കണം, ഏക MP ഞാനായിരിക്കണം. അപ്പോൾ പിന്നെ പിന്നണി മന്ത്രി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മന്ത്രി ഞാൻ തന്നെയാണല്ലോ വരിക, വേറൊരാൾ ക്ലെയിം ചെയ്യാനില്ലല്ലോ. അപ്പോൾ അതുമാത്രമല്ല, ഏത് സമയത്തും എങ്ങോട്ടും പോകാമല്ലോ, കൂറുമാറ്റ നിരോധന നിയമത്തിൻ്റെ പരിധിപ്പെടുന്നില്ല. അപ്പോൾ ഈ രീതിയിലാണ് NK പ്രേമചന്ദ്രൻ പോകുന്നത്. NK പ്രേമചന്ദ്രനെ സത്യത്തിൽ പിണറായി വിജയൻ്റെ ദീർഘവീക്ഷണത്തെ നമ്മൾ നമിച്ചു. കാരണം എന്ന് വെച്ചാൽ പരനാറി എന്ന് പിണറായി വിജയൻ വിളിച്ചത് 10-12 വർഷങ്ങൾക്ക് മുമ്പാണ്, 10-15 വർഷങ്ങൾക്ക് മുമ്പാണ് പരമാറി എന്ന പ്രയോഗം നടത്തുന്നത്. കാരണം അത്ര കണ്ട് ദീർഘവീക്ഷണത്തോടെ വിളിക്കാൻ പറ്റി. പിണറായി വിജയൻ്റെ എല്ലാ വിളിയോടും എല്ലാ ഭാഷയോടൊന്നും എനിക്ക് യോജിപ്പില്ല, കടക്ക് പുറത്തുനിന്നൊക്കെ പറയുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. അതൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട്. പിണറായി വിജയനെ വിമർശിക്കേണ്ടി വന്നാൽ വിമർശിക്കും. പക്ഷേ ഇതിനകത്ത് ഒരു കാലേ കൂട്ടി കാണുകയും ദീർഘവീക്ഷണം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. പിന്നെ
ഞാനൊന്ന് ചോറ് കഴിക്കാൻ വിളിച്ചു കഴിഞ്ഞാൽ അപ്പം വരുന്നവനാണ് പ്രേമേന്ദ്രൻ എന്നുള്ളത് നരേന്ദ്രമോദിക്കും അറിയാം. എടേ ഇന്ന് ഉച്ചയ്ക്ക് ഊണെൻ്റെ കൂടെ കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓടിച്ചെന്നു. ആലോചിച്ചിട്ട് പറയാമെന്ന് പോലും പറഞ്ഞില്ല. ഒരു പൊളിറ്റിക്കൽ ലഞ്ചാണ്. ആ പൊളിറ്റിക്കൽ ലഞ്ചിനുള്ള ഇൻവിറ്റേഷൻ പാർട്ടിയുമായിട്ട് ആലോചിച്ചിട്ട് ഞാൻ അല്ലെങ്കിൽ എനിക്ക് സ്റ്റൊമക്ക് അപ്സെറ്റാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മാറാം, അങ്ങനെ ചെയ്യണ്ടേ. കാരണം അത് കൊടുക്കുന്നൊരു പൊളിറ്റിക്കൽ മെസ്സേജാണ് കൊടുക്കുന്നത്. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ലഞ്ച് സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത്, എതിർ പാർട്ടിക്കാരൻ്റെ പൊളിറ്റിക്കൽ ലഞ്ചിനുള്ള ഇൻവിറ്റേഷൻ സ്വീകരിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുമ്പോൾ പാർട്ടിയുമായിട്ടെങ്കിലും കൂടിയാലോചിക്കുക, മുന്നണിയായിട്ടെങ്കിലും കൂടിയാലോചിക്കുക എന്ന സാമാന്യ മര്യാദ പോലും കാണിക്കാതെ ഇത് പൊങ്ങാന്നേ, സ്വയം പൊങ്ങിയാണ്. അപ്പം പ്രധാനമന്ത്രി വിളിച്ചു കാര്യപ്പെട്ട ആൾ ഇത് ശശി തരൂരും ഇയാളുടെ അതേ കാറ്റഗറിയിൽ നിൽക്കുക. എപ്പോൾ ചാടും എങ്ങോട്ട് ചാടും എന്നുള്ളത് അറിയത്തില്ല. കയ്യാലപ്പുറത്ത് തേങ്ങ. അതിപ്പോൾ കോൺഗ്രസ്സുകാർ പിന്നെ എന്താ വെച്ചാൽ നിലപാടെടുത്തേക്കുന്നത് അവർ പിന്നെ കല്ലിട്ട് തടയാനൊന്നും നിന്നിട്ടില്ല. ചാടിപ്പോവുകയാണെങ്കിൽ ചാടിപ്പോയിക്കോട്ടെ. പ്രേമേന്ദ്രനെ പക്ഷേ അങ്ങനെയല്ല. UPA ഒരു തടയിട്ട്, കാരണം അവർക്ക് അവരുടെ ഫേസാണ് പാർലമെൻറ്റിനകത്ത്, കാര്യങ്ങൾ സംസാരിക്കാൻ അറിയാം. കാണാപ്പടം പഠിച്ചിട്ടാണെങ്കിലും അച്ചടി ഭാഷയിലാണെങ്കിലും ചതുരത്തിലാണെങ്കിലും ഒക്കെ പടിവത്ത രീതിയിൽ നാക്കു പഠിച്ച് എന്ന് വിഷയങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവുണ്ട്. എന്തായിരുന്നാലും പ്രേമേന്ദ്രൻ്റെ തലയ്ക്ക് കിട്ടിയൊരു അടിയാണ് ഇപ്പോൾ ഈ വിഷ്ണു മോഹനെ സ്ഥാനാർത്ഥിയാക്കിയത്. കാരണം മകനെ കൊണ്ടുവരാൻ വേണ്ടി കുറേ നാളുകളായി എല്ലാ കളിയും കളിച്ചുകൊണ്ടിരുന്നു. ഈ ചെറുക്കൻ ഇവരുടെ വിദ്യാർത്ഥി വിഭാഗത്തിൽ മര്യാദയ്ക്ക് പഠിച്ചിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇയാളെ മോനാണെന്നും പറഞ്ഞ് കൊണ്ടുവരണം. അല്ല, കഴിഞ്ഞ പ്രാവശ്യത്തെ പ്രേമേന്ദ്രന്റെ കൊല്ലത്തെ ഇലക്ഷനെ വിജയിപ്പിച്ച ബുദ്ധിജീവിയാണ് ഈ കാർത്തിക് പ്രേമേന്ദ്രൻ എന്നാണ് പ്രേമേന്ദ്രൻ്റെ ഒരു അവകാശവാദം. അതെ, അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ മലപ്പുറത്ത് 3 ലക്ഷത്തിന് ET മുഹമ്മദ് ബഷീറും അതേപോലെ തന്നെ സമദാനി 2.5 ലക്ഷത്തിനും 2.5 ലക്ഷത്തിന് ഹൈബീഡനും ഒക്കെ ജയിപ്പിച്ചത് അവരുടെ മക്കളാണോ? ഒരിക്കലല്ല. ഡീൻ കുര്യാക്കോസ് 2 ലക്ഷത്തിനടുത്ത് വോട്ട് നേടി. അങ്ങനെ ഓരോരുത്തർക്കും ലക്ഷങ്ങൾക്ക് വിലയില്ലാത്ത തെരഞ്ഞെടുപ്പ് 1.5 ലക്ഷത്തിലേറെ വോട്ട് ഷാഫി പറമ്പിൽ നേടി. കണ്ണൂരിൽ സുധാകരൻ ഞെട്ടിക്കുന്ന രീതിയിലേക്ക് എത്തി. ധർമ്മടത്ത് വരെ കുറഞ്ഞ വോട്ടിൻ്റെ വ്യത്യാസമേ ഉള്ളൂ പിണറായിയുടെ മണ്ഡലത്തിൽ വരെ. മട്ടന്നൂർ ചരിത്ര ഭൂരിപക്ഷത്തിന് ശൈലജ ടീച്ചർ ജയിച്ചെടുത്ത് വരെ UDF കുറഞ്ഞ മാർജിനിലാണ് മറ്റവരുടെ അടുത്തുനിന്ന് പിന്നിപ്പോയത്. അപ്പോൾ ഇതെല്ലാം അവരുടെ മക്കളുടെ ശേഷി കൊണ്ടാണോ? അപ്പോൾ ഇത് പ്രേമേന്ദ്രൻ എന്താ വെച്ചാൽ ക്രെഡിറ്റ് തട്ടിയെടുക്കുന്നതിൽ വലിയ വിദഗ്ധനാണ്. അതിൽ അതിവൈദഗ്ധ്യമുള്ള ആളാണ്. 4 പേരെയായിരുന്നു മീൻ പിടിക്കാൻ പോയിട്ട് മീനെല്ലാം കിട്ടിക്കഴിഞ്ഞാൽ അതെല്ലാം ഞാൻ പിടിച്ചതാണെന്ന് പറഞ്ഞു ഒരു ഒറ്റയ്ക്ക് ഇതെല്ലാം കൂടെ ചാക്കി കെട്ടി വീട്ടിൽ കൊണ്ടുപോകാൻ എടുക്കനാണ്. 4 പേരും കൂടെ കഷ്ടപ്പെട്ടതായിരിക്കും, ചൂണ്ടയിട്ടിട്ടോ വലയിട്ടിട്ടോ. പക്ഷെ മീൻ പിടിച്ച് കരക്കെത്തിക്കഴിഞ്ഞാൽ ഇതെല്ലാം കൂടെ പുള്ളിയുടെ ചാക്കിനകത്തിട്ട് വീട്ടിൽ കൊണ്ടുപോകും. അങ്ങനത്തെ ഒരു ടൈപ്പാണ് പ്രേമേന്ദ്രൻ. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. പ്രേമേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം പ്രേമേന്ദ്രൻ കേരള രാഷ്ട്രീയത്തിലെ കപട നാണയമാണ്. പ്രേമേന്ദ്രൻ ഹൃദയവിശുദ്ധി ഇല്ലാത്ത ആളാണ്. പ്രേമേന്ദ്രൻ ചന്ദ്രചൂഡനെയും നേവി താമരാഷ്ട്രനെയും തമ്മിലടുപ്പിച്ച്, സ്വന്തം മുതിർന്ന നേതാക്കളെ, ഗുരുതുല്യരായ നേതാക്കളെ തമ്മിലടുപ്പിച്ച് അവരെ 2 വഴിക്കാക്കി. 2 പേരോടും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് പറയുകയും ചെയ്തു. 2 പേരെയും തമ്മിൽ കണ്ടാമിണ്ടാത്ത അവസ്ഥയിലാക്കി. അങ്ങനെ ആക്കിയിട്ട് അതിൻ്റെ ബെനിഫിഷ്യറി ആയിട്ട് വന്ന, ഗുണഭോക്താവായിട്ട് വന്നൊരു വ്യക്തിയാണ് പ്രേമേന്ദ്രൻ. എന്തായിരുന്നാലും പ്രേമേന്ദ്രൻ്റെ തലയ്ക്ക് RSPയുടെ സംസ്ഥാന കമ്മിറ്റി ഷിബു ബേബി ജോണിൻ്റെയും അസീസിൻ്റെയും നേതൃത്വത്തിൽ അടി കൊടുത്തിരിക്കുകയാണ്. തൽക്കാലം നിൻ്റെ മോൻ നിൻ്റെ വീട്ടിലെ MLA ആയാൽ മതി. ഇവിടെ ഇരവിപുരത്ത് ജയിച്ചാലും തോറ്റാലും പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുന്ന ചെറുപ്പക്കാരനെ നിർത്തുന്നു എന്ന് പറഞ്ഞാൽ മെസ്സേജ് കൊടുത്തത് നന്നായിരിക്കുന്നു. അതൊരു ക്ലാസിക് തീരുമാനമായിട്ട് തന്നെ ഞാൻ അതിനെ അംഗീകരിക്കുന്നു.